ബോറടിക്കില്ല. നന്നായിട്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു സ്റ്റഡി ക്ലാസ് തുടങ്ങിയതുപോലെ എല്ലാ ഇത് ഞാൻ്റെ ഒരു കോമിക് ടൈപ്പോ അങ്ങനെയൊന്നും അല്ല. എല്ലാവരെയും ഒരു ഫാമിലി എന്റർടൈനറാണ്. എല്ലാ ഏജാണ്. പ്രേക്ഷകരോട് പടം കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ? എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട്. സ്വാമി സാറിന്റെയും ഫാമിലിയും എല്ലാവരെയും കൂടി കാണാൻ. ഞാൻ തന്നെ എനിക്കറിയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളെ പോലെയല്ലേ. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആണ്. അതുപോലെ ഭയങ്കര ഹാർഡ് വർക്ക്. സ്വാമി സാറിന്റെ ഒരു ഡെബ്യൂ ഫിലിം ആണല്ലോ, അപ്പം അത് ഡയറക്ടർ എങ്ങനെയുണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ സാറിന്റെ ഡയറക്ഷനെ പറ്റി ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇപ്പൊ അറിയേണ്ടത് അതായിരിക്കും. സാറിന്റെ ഫസ്റ്റ് ഫിലിം, അത് ഡയറക്ടർ ഫസ്റ്റ് ഫിലിം ആണല്ലോ, അപ്പം അതെങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഇനി പ്രേക്ഷകർ ഒരുപാട് പ്രേക്ഷകർ കാണാൻ വരുള്ളൂ. സാറ് ഡെബ്യൂ ഡയറക്ടർ ആണെങ്കിലും വർഷങ്ങളായിട്ട് തന്നെ അത്രയും സീനിയർ ആയിട്ടുള്ള റൈറ്ററാണ്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ ആണ്. അത്രയും ഡയറക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സാറിന്റെ രീതികളും കുറച്ച് ഡിഫറെന്റ് ആണ്. നമുക്ക് ഡെവലപ്പ് ചെയ്ത രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ ഭാഗമാകുമ്പോൾ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് എല്ലാരും തിയേറ്ററിൽ വന്ന് പടം കാണണം. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുവരെ പറയാത്ത സ്റ്റോറി, ഒരു സ്റ്റോറി ലൈൻ ആണ്. ഈ സ്റ്റോറി ചിലപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചിലപ്പോ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. നല്ല മൂവിയാണ്. എന്താ പറയാ, നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു മൂവിയാണ്. അപ്പൊ എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് തീർച്ചയായിട്ടും. കാരണം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മൂവിയിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ് ഈ മൂവി ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാരും കാണാം. സീക്രട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? സീക്രട്ട് ആണുള്ളത്. ആ സ്റ്റോറിയുടെ സീക്രട്ട് ആണ്. അപ്പൊ എന്തായാലും അത് കണ്ടാലേ ആ സീക്രട്ട് എന്താന്ന് അറിയുള്ളൂ. ത്രില്ലർ ജോണർ ആണോ? ത്രില്ലർ ആണോ പടം? ത്രില്ലർ ആണ്. മൂവിയാണ്. ധ്യാൻ ചേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ധ്യാൻ ചേട്ടന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ധ്യാൻ ചേട്ടൻ ഇതുവരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. അതല്ല, SN സ്വാമി എന്ന ഡയറക്ടറുടെ മികവ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് ഡയറക്ഷൻ സ്വാമി സാറിന്റെ. ആ ഒരു എങ്ങനെയുണ്ടായിരുന്നു മേക്കിംഗ്? സ്വാമി സാർ ആയാലും ഡിഫറൻസ് ആണ്. ആളിതുവരെ ചെയ്തിട്ടുള്ള മുൻപിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലൊരു രീതിയിലാണ് ചെയ്തത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട് കാണുമ്പോ എസ്പെഷ്യലി രഞ്ജി പണിക്കർ, രഞ്ജി ഏട്ടന്റെ ഒരു നല്ല ഉണ്ടാവുന്ന സീനും വേറൊരു ഡിഫറൻസ് ഇല്ലായിരുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആണ്. തിയേറ്ററിൽ പോയി കാണും, സപ്പോർട്ട് ചെയ്യും. ഒരു ത്രില്ലർ മൂവിയാണ്. ഏത് ജോണറിൽപ്പെട്ട മൂവി ആയിരുന്നു? ഇതൊരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. അതാണ് മൂവിയുടെ പേര് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവരും കാണും. എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ് അത് സീക്രട്ട് എന്നുള്ളത്. സീക്രട്ട് മനസ്സിലാക്കാൻ എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് കാണും. ശരിക്കും ഒരു സീക്രട്ട് ഉണ്ടോ പടത്തില്? ശരിക്കും ഒരു സീക്രട്ട് ഉണ്ടാവും. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിപ്പോ എന്താ സീക്രട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് സ്വാമി സാറ് മെയിൻ ആയിട്ട് സിക്രോണിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറയില്ലേ, ഒരാളെ നമ്മള് ഓർത്തിരിക്കുമ്പോ തന്നെ കോള് വന്നു നമ്മൾ പറയില്ലേ 100 ആയുസാണ് എന്നൊക്കെ പറയുന്നത്. അതാണ് കാര്യം. അപ്പൊ ഇന്ന് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സയൻസ് ഉണ്ട്. അത് സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പറയണതാണ് സിനിമ. പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തിയേറ്ററിൽ പോയിട്ട് കാണും.